ഈ ഔട്ട്പുട്ട് ഫംഗ്ഷൻ ഡിക്ലെയർസ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ബേസ് ഔട്ട്പുട്ട് ആണ് കവർ ചെയ്യുന്നത്. ഫംഗ്ഷൻ ബേസ് ഇതിവിടെ കിടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ ഒതുക്കി ഞാൻ വെച്ചിരിക്കുന്നത്. ഒതുക്കി മേലോട്ട് വെച്ചോട്ടെ. അവിടെ ശല്യമില്ലായിരുന്നു. ഫംഗ്ഷൻ ബേസ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഔട്ട്പുട്ട് എമിറ്റേഴ്സ് ഉണ്ട്. കസ്റ്റം ഈവൻ വിത്ത് ഔട്ട്പുട്ട് എമിറ്റേഴ്സ് ഉണ്ട്. ആ ഔട്ട്പുട്ട് എമിറ്റേഴ്സിന് പകരം നമ്മൾ ഔട്ട്പുട്ട് സിഗ്നൽസ് യൂസ് ചെയ്യും. അതാണ് ഈ ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. VS കോഡ് ഉണ്ട്. അപ്പം VS കോഡിനകത്ത് ഞാൻ ഇതുവരെ നമ്മൾ ചെയ്ത ഇൻപുട്ട് ചൈൽഡ് എലമെന്റ് നിന്ന് പേരന്റ് എലമെന്റിൽ നിന്ന് ചൈൽഡ് എലമെന്റിലേക്കായിരുന്നു പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ചൈൽഡ് എലമെന്റിൽ നിന്ന് പേരന്റ് എലമെന്റിലേക്ക് നമ്മൾ എങ്ങനെ പാസ് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഒരു നെയിം ചേഞ്ച് ഈവന്റ് വേണം. ഞാനിവിടെ ഒരു ചൈൽഡ് കമ്പോണന്റിനകത്ത് ഇൻപുട്ട് ചേഞ്ച് ഈവന്റ് ഓഫ് ഈവന്റ് ഹാൻഡ്ലർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൺസോൾ ലോഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഡോളർ ഓഫ് ഈവന്റ് എന്ന് പറഞ്ഞിട്ട് ഇനി
ഇവിടെ ഇവന്റ് ചേഞ്ച് എന്ന് പറയുന്ന ഇവന്റ് ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട്. ഇവന്റ് ടൈപ്പ് ചേഞ്ച് SRC എലമെന്റ് ഇൻപുട്ട്. സോ ഈ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നൊരു ഇവന്റ് ബബിൾ അപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചേഞ്ച് ടാർഗറ്റ് ഇൻപുട്ട്. Our name change handler is equal to output. Start. ഇപ്പൊ നെയിം ടെസ്റ്റ് ആണ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ നെയിം ആക്കി സെർച്ചിനകത്ത് പുറത്തെടുക്കുമ്പോഴത്തേക്കും പേര് മാറി വരുന്നുണ്ട്. സോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ആറ്റ് ഔട്ട്പുട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് ഫങ്ഷൻസ് അല്ലെങ്കിൽ സിഗ്നൽ പോലെ തന്നെയാണ് സംഭവമാണ് നെയിം ഹാൻഡ്ലർ എന്ന് പറയുന്നത്. ആ നെയിം ഹാൻഡ്ലർ ഡോട്ട് എമിറ്റ് ഓഫ്
emitter whatever is the value എന്ന് കൊടുക്കുന്നു. And in the component you have a change. ആ ഔട്ട്പുട്ട് ഇവന്റിന്റെ ഹാൻഡ്ലർ അവിടെ നമ്മുടെ പേരന്റ് ഇവന്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച മോഡൽ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് വർക്ക് ആവുന്നുള്ളത്. അതിന് പകരമാണ് ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ചൈൽഡിൽ നിന്നും പേരന്റിലോട്ട് വാല്യൂ പാസ് ചെയ്യുന്ന മെക്കാനിസം മാത്രമാണ് അവിടെ നടക്കുന്നത്. സിഗ്നൽസും മോഡൽസും നമ്മൾ വേറൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കിട്ടുന്നതായിരിക്കും. എലിയാസിങ് ആൻഡ് ഓബ്ജക്റ്റ്, അതായത് നമുക്കിപ്പോൾ നെയിം ചേഞ്ച് കൊടുത്ത് എനിക്കിപ്പം ഇതിനെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ ഏലിയാസ് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ഇൻപുട്ടിനകത്ത് കൊടുത്ത അതേ പരിപാടി തന്നെ. എന്ന് പറഞ്ഞു വന്നു. അതായത് നമ്മൾ ആ നെയിം വാല്യൂ ഏലിയാസ് കൊടുത്ത വാല്യൂ തന്നെ ഏലിയാസ് കൊടുത്ത വാല്യൂ ആയിരിക്കും ഇവിടെ വരിക. പക്ഷെ കമ്പോണന്റിനകത്ത്, അതായത് ഈ ചൈൽഡ് കമ്പോണന്റിനകത്ത് നമ്മൾ യൂസ് ചെയ്യുക നെയിം ചേഞ്ച് ഹാൻഡ്ലർ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ കൺസ്ട്രക്റ്റിനകത്ത് ആ ഒരു റെഫറൻസ് കൊടുക്കണം.
നമുക്കൊരു ചൈൽഡ് കമ്പോണന്റ് കൊടുത്ത് നോക്കാം. ഞാനിത് മുമ്പ് ചെയ്ത് നോക്കിയിട്ടില്ല. നെയിം ചേഞ്ച് ഹാൻഡ്ലർ ഡോട്ട് നെയിം ചേഞ്ച് ഹാൻഡ്ലർ അല്ല, name change handler name change handler dot subscribe your name is equal to from after subscribing. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത് ഇവിടെ ഞാൻ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ടെംപ്ലേറ്റിൽ നിന്ന് എടുക്കാതെ ക്രിയേറ്റ് ചൈൽഡ് എലമെന്റ് വ്യൂ കണ്ടെയ്നർ റെഫറിൽ നിന്നും ഒരു ക്രിയേറ്റ് കമ്പോണന്റ് ഓഫ് ചൈൽഡ് കമ്പോണന്റ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ചൈൽഡ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ ഇൻസ്റ്റൻസ് ഡോട്ട് ചൈൽഡ് കമ്പോണന്റിനകത്തുള്ള എല്ലാ വേരിയബിൾസിനെയും നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് വേരിയബിളിനെ ഔട്ട്പുട്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഒബ്സർവബിൾ ആയിരിക്കും. ഒരു റെഫ് എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ ആണ്. അതിന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ വാല്യൂ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. സോ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. രണ്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മളൊരു വ്യൂ കണ്ടെയ്നർ എഫ് ഡോട്ട് ക്രിയേറ്റ് കമ്പോണന്റ് എന്നൊരു സംഭവം ചെയ്യുന്ന സമയത്ത് ടെംപ്ലേറ്റിലോട്ട് ഈ ഒരു സംഭവം ആഡ് ആവും. അപ്പം ഞാനത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ഒരു ചൈൽഡ് കമ്പോണന്റ് ഉണ്ട്, അത് ഞാനിപ്പോൾ കമന്റ് ഔട്ട് ചെയ്യാണ്. ഓക്കെ, ചൈൽഡ് ഇവിടെ ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം, എം ഡി ആണ്. പക്ഷെ എന്നാലും ചൈൽഡ് വർക്ക്സ് ആൻഡ് ചൈൽഡ് വർക്ക്സിനകത്തുനിന്ന് തരിക. കാരണം നമ്മൾ വ്യൂ കണ്ടെയ്നർ എഫ് ഡോട്ട് ക്രിയേറ്റ് എലമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇതിനകത്തോട്ട് നമ്മുടെ ടെംപ്ലേറ്റിനകത്തോട്ട് ലാസ്റ്റ് വാല്യൂ ആയിട്ട് ഇവിടെ ആ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് കമ്പോണന്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലെ ഡയറക്ടീവ്സിനകത്തും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് പഠിച്ചത്. അതായത് വ്യൂ കണ്ടെയ്നർ എഫ് ഡോട്ട് അവിടെ എന്തായിരുന്നു, അവിടെ ക്രിയേറ്റ് എംബെഡഡ് എലമെന്റ് ആയിരുന്നു അത് അവിടെ വന്നത്. ഇവിടെ ക്രിയേറ്റ് എംബെഡഡ് വ്യൂന്ന് പറയുന്നത് ക്രിയേറ്റ് കമ്പോണന്റ് ആണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും പക്ഷെ നമ്മുടെ ടെംപ്ലേറ്റിനകത്തോട്ട് വാല്യൂസിനെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഔട്ട്പുട്ട് ഫ്രം ഒബ്സർവബിൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഒബ്സർവബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഔട്ട്പുട്ട് ഫ്രം ഒബ്സർവബിൾ എന്ന് പറയുന്നത് ടു സിഗ്നലിന് സിമിലർ ആയിട്ടുള്ള ഇതാണ്. ടു സിഗ്നൽ എന്താണെന്നുള്ളത് ഓൾറെഡി വേറൊരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. സിഗ്നൽസ് ആൻഡ് മോഡൽസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കിയാൽ മതി. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പം ഔട്ട്പുട്ട് ഫ്രം ഒബ്സർവബിൾ എന്ന് പറയുന്ന ഈ സംഭവമാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാനുള്ളത്. ഒബ്സർവബിളിൽ നിന്ന് ഒരു ഔട്ട്പുട്ട്. അപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു അറേ ഉണ്ടാക്കിയിട്ട് ഒരു അറേ ഓഫ് ഒബ്സർവബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നെയിം അറേ ഒബ്സർവബിൾ ക്രിയേറ്റ് ചെയ്താൽ
name output is equal to output from observer. Inter operators എന്നാണ് അത് വരേണ്ടത്. നമുക്ക് angular /4/rxjs interops output from observer. Output from observer of name array this dot name array എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ആഫ്റ്റർ സബ്സ്ക്രൈബ് ഞാൻ ഇവിടെ എമിറ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ആഫ്റ്റർ സബ്സ്ക്രൈബിങ് ആ വാല്യൂസ് എല്ലാം അതുപോലെ തന്നെ അവിടെ വരുന്നുണ്ട്. അതായത് നമുക്ക് എമിറ്റ് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ലോജിക്ക്. നമുക്കൊരു സർവീസ് ഉണ്ട്, ആ സർവീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറയുന്ന ഒബ്സർവബിൾ ആണ്. ആ ഒബ്സർവബിളിനെ നമുക്ക് എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഔട്ട്പുട്ട് ഫ്രം ഒബ്സർവബിൾ ഓഫ് ദിസ് ഡോട്ട് നെയിം അറേ. അപ്പം എപ്പോഴൊക്കെ ആ വാല്യൂസ് വരുന്നുണ്ടോ അപ്പോഴൊക്കെ ആ വാല്യൂസ് എന്തോ ചെയ്യും, എമിറ്റ് ആയിക്കോളും. ഞാനിപ്പം ഇതെന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ ആണ്. ഒബ്സർവേഴ്സ് ഉണ്ടാകും. ഈ ഒബ്സർവബിളിനകത്ത് വാല്യൂ മാറിയിട്ടുണ്ട്. രജിസ്റ്റേർഡ് വാല്യൂ എന്ന് പറയുന്ന ഇൻപുട്ട് ചേഞ്ച് ഹാൻഡിലിനകത്ത് ഈ വാല്യൂ മാറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ വാല്യൂസ് ഒന്നും മാറി കിട്ടുന്നില്ല. അപ്പം വൺ ടൈം മാത്രമേ അത് എടുക്കുകയുള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. കാരണം ഞാനിവിടെ പിന്നെയും മാറി കൊടുത്തല്ലോ. എനിക്ക് തോന്നുന്നു ഒറ്റ ടൈം മാത്രമേ അത് എടുക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇത്രയാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ഉള്ളത്.